ക്വാളിറ്റി പ്രൊഡക്ട്സുകളുമായി നിങ്ങളുടെ വീടുകൾ ആകർഷകമാക്കുവാൻ ഏതൻ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ്. ഇന്റീരിയർ രംഗത്ത് ഉറപ്പിന്റെ കഥ പറയും ഡെൻവുഡിന്റെ ഓതറൈസ്ഡ് ഡീലറായ ഏതനിൽ ഗ്ലാസ്, പ്ലൈവുഡ്സ്, ലോക്ക് ആൻഡ് ഹാർഡ്വെയർ ഐറ്റംസുകളുടെ കമനീയ ശേഖരവുമായി വിശ്വസ്തയോടെ ഉറപ്പിന്റെ പര്യായമായി മേപ്പാടം വെളനാട് റോഡിൽ പ്രവർത്തിക്കുന്ന ഏതൻ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ്. കേരള കലാമണ്ഡലത്തിന്റെ ടൂറിസം വികസന പദ്ധതികൾക്ക് പുത്തൻ ഉണർവ് നൽകി 2 ദിവസത്തെ ടൂറിസം ശില്പശാലയ്ക്ക് തുടക്കം കുറിച്ചു. പ്രമുഖ ടൂറിസം ഏജൻസികളുമായി സഹകരിച്ചാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. കേരള കലാമണ്ഡലത്തിന്റെ വരുമാനം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ടൂറിസം മേഖലയിലെ പ്രമുഖരുമായി സഹകരിച്ച് സംഘടിപ്പിക്കുന്ന 2 ദിവസത്തെ ശില്പശാലയ്ക്ക് തുടക്കമായി. സംസ്ഥാനത്തെ 40ഓളം പ്രമുഖ ടൂറിസ്റ്റ് കമ്പനികളിലെ പ്രതിനിധികളാണ് കലാമണ്ഡലത്തിൽ ഒത്തുചേർന്നിരിക്കുന്നത്. വിദേശ സഞ്ചാരികളെ ആകർഷിക്കുന്നതിനായി വിപുലമായ പദ്ധതികളാണ് കലാമണ്ഡലം ആസൂത്രണം ചെയ്തിരിക്കുന്നത്. കലാമണ്ഡലത്തിലെ കഥകളി, നൃത്തങ്ങൾ, കളരികൾ, കോപ്പ് പണിപ്പുര, മ്യൂസിയം, നിള ക്യാമ്പസ് എന്നിവ സന്ദർശകർക്ക് നേരിട്ട് അനുഭവിക്കാനാകും. ഇതിനു പുറമെ ഭാരതപ്പുഴ, പാഞ്ഞാളിലെ അതിരാത്ര ഭൂമി, കിള്ളിമംഗലത്തെ പുൽപ്പായ നിർമ്മാണ കേന്ദ്രം, അസുരൻകുണ്ട് ഡാം, കവളപ്പാറയിലെ തോൽപ്പാവക്കൂത്ത്, ആറങ്ങോട്ടുകര വയലിയിലെ മുള സംഗീതം എന്നിവയെല്ലാം ഉൾപ്പെടുത്തി വിപുലമായ ടൂർ പാക്കേജുകളാണ് ലക്ഷ്യമിടുന്നത്. സന്ദർശനത്തിന് ശേഷം രാത്രിയിൽ എല്ലാ കലാകാരന്മാരും പങ്കെടുക്കുന്ന കഥകളി അവതരിപ്പിച്ച് വിദേശികളെ യാത്രയാക്കുന്ന രീതിയിലാണ് ക്രമീകരണം. ശില്പശാലയുടെ ഭാഗമായി എത്തിയ ടൂറിസം ഓഫീസർമാർക്ക് കലാമണ്ഡലത്തിലെ വിവിധ കേന്ദ്രങ്ങൾ കാണിച്ചുകൊടുത്തു. ശനിയാഴ്ചയും സന്ദർശനം തുടരും. കലാമണ്ഡലം വൈസ് ചാൻസലർ ഡോക്ടർ ബി അനന്തകൃഷ്ണൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. To impart training in traditional performing arts. At the same time, it is a rare combination being amalgamated to a new avenue of tourism. For instance, the traditional culture and cultural industry, higher education and tourism. It's a very rare combination we can see, and in which we have been involved in this stream for the last more than 20-25 years. കാരണം പലപ്പോഴും കലാമണ്ഡലം എന്ന് പറയുമ്പോൾ ഇവിടെ അടുത്തുള്ള സ്കൂളുകളിലൊക്കെ ഒരു എക്സ്കർഷൻ സ്പോട്ട് മാത്രമായിരുന്ന ഒരു സ്പേസ് ആയിരുന്നു. പക്ഷെ ഇന്ന് അത് വേറൊരു തരത്തിൽ ഇപ്പം ആ ഒരു സമയത്ത് 70s or 80s, I think Mr. Venu, when he was the cultural secretary, he has introduced the day with masters, how to explore the potential of our traditional performing arts with a tourism perspective. When നമ്മൾ tourism perspective എന്ന് പറയുമ്പോൾ we should see that there is an ideological രജിസ്ട്രാർ ഡോക്ടർ പി രാജേഷ് കുമാർ, ടൂറിസം രംഗത്തെ പ്രമുഖരായ രാജ്കുമാർ, നരേന്ദ്രൻ, ഡോക്ടർ ജിജു പി അശോക്, സ്വാമിനാഥൻ, ജോസ് ഡൊമിനിക്, രൂപേഷ് കുമാർ, സാം സന്തോഷ്, വിനോദ് നമ്പ്യാർ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. അപ്പോൾ അതേപോലെ നമ്മൾ ഇതിനും ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. കണ്ണാടിപ്പായ ഇത് ഈ സൊസൈറ്റി ശരിക്ക് ഒരു 1952 സ്വാതന്ത്ര്യത്തിന് ശേഷം ഇവിടെയൊക്കെ ഭയങ്കര ദാരിദ്ര്യം ഉണ്ടായിരുന്ന സമയത്ത് ഈ പ്രദേശത്തെ ആൾക്കാർക്ക് ഈ കഞ്ഞിപ്പാർച്ച എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു, അതായത് കഞ്ഞി കൊടുക്കുന്ന സമ്പ്രദായം. അപ്പോൾ അത് കുടിക്കാനായിട്ട് ആൾക്കാർ വന്ന് അവർക്കൊരു കൈത്തൊഴിലായിട്ട് തുടങ്ങിയിട്ടുള്ള ചെറിയൊരു സംരംഭമായിരുന്നു. അപ്പോൾ കിളിമംഗലത്തെ വാസുദേവൻ നമ്പൂതിരി അദ്ദേഹത്തിൻ്റെ ഇനീഷ്യേറ്റീവിൽ ഇവിടെ ഒരു സൊസൈറ്റി രൂപീകരിക്കുകയും. CCV ന്യൂസ്, ചെറുതുരുത്തി.